യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് നോമ്പ് കാലത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ നമ്മൾ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് കുറച്ച് ആത്മശോധന ചെയ്യാം. നമുക്ക് ഈ നോമ്പിൻ്റെ ഈ അവസാന കാലഘട്ടത്തിലെങ്കിലും ഈ സമയത്തെങ്കിലും എങ്ങനെ നമ്മൾ ഈശോയെ എങ്ങനെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് ആത്മശോധന ചെയ്യാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഈശോയെ, അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് ഏത് സൽപ്രവൃത്തികളും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 2 കൊറിന്ത്യക്കാരുടെ എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവമേ, അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് അങ്ങയുടെ ദൈവകൃപയാലാണ്. ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ ഞാൻ ഒരിക്കലും നഷ്ടമാക്കി പോയിട്ടില്ല. ഞാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അധ്വാനിച്ചു. അത് ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമുക്ക് സാധിക്കും, കൃപയും സത്യവും എല്ലാം അവനിലൂടെയാണ് വെളിപ്പെടുന്നത്. പരിശുദ്ധ അമ്മയ്ക്കെല്ലാം ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. ഈശോയെ, ഞങ്ങളെ ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കൃപ അധികമായി ചോദിച്ചു വാങ്ങാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. മാതാവിനെ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ് ദൂതൻ അഭിസംബോധന ചെയ്തത്. കൃപ ദൈവവചനം കൊണ്ട് നിറഞ്ഞ വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ അതും യേശു ക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ, അതും ക്രൂശിനെ കുറിച്ചല്ലാതെ വേറൊന്നും അറിയേണ്ടതില്ല എന്ന് ഞാൻ കരുതി. ഹൃദയത്തിലെ വചനം കൊണ്ട് നിറഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവികമായ ജ്ഞാനവും എല്ലാം നമുക്ക് ലഭിക്കുകയുള്ളൂ. വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചൊരു വ്യക്തിയായിരുന്നു പരിശുദ്ധ മറിയം. ലോകത്തെയും ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. എന്നാൽ ലോകത്തെ സ്നേഹിച്ചാൽ എൻ്റെ പിതാവിൻ്റെ സ്നേഹം ഒരിക്കലും നിങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളിലെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ലോകത്തിലുള്ളതെല്ലാം ഒന്നും പിതാവിൻ്റെതല്ല. ലോകത്തിലുള്ളതെല്ലാം കടന്നു പോകും. ദൈവഹിതം നിറവേറ്റുന്നവർ ആകട്ടെ എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനും ദൈവജനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായി തീരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വചനം നമ്മൾ ഓരോരുത്തരിൽ വന്നറിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിശദീകരിക്കുന്ന വ്യക്തികളായിട്ട് തീരുകയും, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധതയുള്ളവരായി തീരുവിൻ. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. പാപം നിങ്ങൾ ഓരോരുത്തരുടെ മേലും ഇനി ഭരണം എന്നാൽ നിങ്ങൾ കൃപയ്ക്ക് കീഴിലാണ്. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കൃപ കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമെന്ന് നമുക്ക് ഈ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെയും ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അവരോരോ വ്യക്തിപരമായ ജീവിതത്തിലും ഈശോയുടെ വ്യക്തിപരമായി ഒരു ആത്മീയ അടുപ്പത്തിലൊരു സ്നേഹത്തിലായി തീരുവാനായിട്ട് അവർക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ.
അങ്ങനെ സ്നേഹത്തിലെ അനുനിമിഷം വളർന്നു വരാനായിട്ട് ഞാൻ എന്ന ഭാവവും എല്ലാം മാറ്റിക്കൊണ്ട് ഈശോയാണ് എന്നിൽ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാണെന്നുള്ള ബോധ്യത്തില് ദാനമായി ലഭിച്ചതല്ലാതെ ഈ ലോകത്ത് നമുക്കൊന്നുമില്ല എന്നുള്ള ബോധ്യത്തില് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന ബോധ്യത്തില് ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആകാതെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരായി തീരാനായിട്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും അത് ധ്യാനിക്കുവാനും അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാനും അങ്ങനെ ദൈവിക ജ്ഞാനം കൊണ്ട് നിറയാനും ഞങ്ങൾ ഓരോരുത്തരെയും കൃപ നൽകണമേ. അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ കൃപ കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും വചനം കൊണ്ട് നിറയുകയും അങ്ങനെ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുമെങ്കിലും അനേകം പേർക്ക് ഫലം നൽകുമെന്നുള്ള വചനം പോലെ നമ്മളും നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലെ മറ്റുള്ളവർക്ക് കൃപയും അനുഗ്രഹവും നൽകുന്ന വ്യക്തികളായി തീരാനായിട്ട് ദൈവം ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഫേസ്ബുക്കാർക്ക് എഴുതുന്ന ലേഖനത്തിലെ 4-ാം അധ്യായം 22-23 വാക്കുകൾ കാണാൻ സാധിക്കും. നിങ്ങളിൽ നിലനിൽക്കുന്ന വഞ്ചന നിറഞ്ഞ ആസക്തിയുടെ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിഞ്ഞ് മാറ്റുക, പുതിയ മനുഷ്യന് യേശുവിനെ നിങ്ങൾ ധരിക്കുവിൻ. ഈശോയെ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞങ്ങൾ തന്നെ ഒന്ന് ആത്മശോധന നടത്തിക്കൊണ്ട് യേശുവിനിലെ സ്വാർത്ഥതയും അഹങ്കാരവും ഞാനെന്ന ഭാവവും എല്ലാം മാറ്റി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരെ ആയിത്തീരുവാനും ദൈവത്തിൻ്റെ ഹിതത്തിന് ജീവിതത്തെ പൂർണ്ണമായി സ്വയം സമർപ്പിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ നമ്മളിലുള്ള ആ നെഗറ്റീവ്, നിരാശ, കുറ്റബോധം ഇതെല്ലാം എടുത്തു മാറ്റുവാനും ആ നെഗറ്റീവായ ചിന്തകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവവും നമ്മളുള്ള ആ ഒരു ബന്ധം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്തു നോക്കാം. സാത്താന് നേരെ ശക്തികളെ നിർവീര്യമാക്കി തീർക്കാനായിട്ട് പ്രാർത്ഥന, ഉപവാസവും നോമ്പും വഴിയും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നടക്കുവാനായിട്ട് തിരുസഭ നൽകിയിരിക്കുന്ന 50 ദിവസമാണ് നോമ്പ് ഈ വലിയ നോമ്പ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അങ്ങനെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും വഴി നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, സന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും പരിശ്രമിക്കാം. അങ്ങനെ നമ്മുടെ പല ഇഷ്ടങ്ങളും ഉപേക്ഷിക്കുവാനും ആ ഒരു സ്പേസിൽ ദൈവത്തെ കൊണ്ട് നിറയ്ക്കുവാനും നമുക്ക് പഴയ നമ്മുടെ സ്വഭാവങ്ങൾ എല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കും യേശുവിന് ഉപകാരപ്രദമുള്ള വ്യക്തികളായി തീരാനായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യങ്ങൾ നമ്മൾ ഓരോരുത്തരിൽ വന്നറിയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആസക്തിയാൽ കലുഷിതമായ പഴയ സ്വഭാവങ്ങൾ നമ്മൾ
തേടി നമ്മൾ ദൂരെ എറിയാനായിട്ട് മോശ മലമുകളിൽ പോയി ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ ആ 10 കൽപ്പനയുമായി പർവ്വതങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖം സൂര്യനെ പോലെ തേജസ്സുള്ളതായിട്ട് തീർന്നതായിട്ട് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. മോശയുടെ കയ്യിലുണ്ടായിരുന്ന ആ 10 കൽപ്പനകൾ ആ വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. ഈ നോമ്പ് കാലത്തിൽ അങ്ങനെയും പരിശുദ്ധാത്മാവിന് നിറഞ്ഞ വ്യക്തികളായി തീർന്ന് ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, ദൈവത്തിൻ്റെ കൃപയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി ഈശോയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കാനായിട്ട് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതികൂല സാഹചര്യത്തിലും നമ്മെ ശക്തനാക്കുന്നതോടെ നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആ വിശ്വാസത്തിൻ്റെ കരുത്തിൽ മുന്നേറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ 40 ദിവസം ഉപവസിച്ചതായിട്ട് മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചു. അങ്ങനെ ഈ നോമ്പ് കാലഘട്ടത്തിലും ഈ സമയത്തെല്ലാം നമ്മുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെക്കാനായിട്ട് നമ്മുടെ ഉള്ളിലെ എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ മാലിന്യങ്ങളെയും കഴുകി വൃത്തിയാക്കി നമ്മുടെ ജഡമോഹങ്ങളെയും എല്ലാം ഈശോയിൽ ക്രൂശിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഈശോയുടെ മുന്നിൽ കല്ലുകൾ അപ്പമായി തീരുവാനും ഈ ഗോപുരത്തിന് മുകളിൽ താഴേക്ക് ചാടിയും ദൈവത്തിൻ്റെ മഹത്വം, ദൈവപുത്രനാണെന്ന് തെളിയിക്കാനൊക്കെയുള്ള പ്രലോഭനങ്ങൾ സാത്താൻ നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചു കഴിഞ്ഞാൽ ഇവയെല്ലാം നിനക്ക് തരും എന്ന് യേശു പറഞ്ഞു. ഈശോനോട് സാത്താൻ പറഞ്ഞു. അപ്പോൾ ഈശോ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ട് മാത്രം കൂടിയാണ് ജീവിക്കുന്നതെന്ന് മറുപടി പറഞ്ഞു. നമ്മളെല്ലാം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് പലപ്പോഴും നമ്മുടെ ഈ ഭൗമികമായ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ഈശോയുടെ മുന്നിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മെ ഒന്ന് പൂർണ്ണമായിട്ട് വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്വർഗീയ ആഗ്രഹങ്ങളെ കൊണ്ട് നിറയാനായിട്ട് പരിശുദ്ധ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തായിരിക്കുന്ന ആ പുത്രൻ്റെ ആകൃതിയിൽ മനുഷ്യനെ പോലെ ആയിത്തീർന്നുകൊണ്ട് നമ്മുടെ മേൽ അവതരിച്ച് നമ്മൾ എങ്ങനെ ആയിത്തീരണം, എങ്ങനെ ജീവിക്കണമെന്ന്
നമുക്ക് മാതൃക കാണിച്ചെന്ന ഈശോയുടെ ജീവിതത്തെ നമുക്ക് പിന്തുടരാം. നമ്മൾ അപ്പത്തിന് വേണ്ടി മാത്രം ദൈവത്തിൻ്റെ മുന്നിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരാതെ നിത്യജീവനു വേണ്ടി കൂടി ഈശോയെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഏറ്റവും നിർഭാഗ്യവാനമായ വ്യക്തികളാണെന്നാണ് വചനത്തിൽ കാണാൻ സാധിക്കുക. ദൈവത്തെക്കുറിച്ചുള്ള ഒരു എരിവും ദാഹവും ഈ കാലഘട്ടത്തിൽ ഈ ഞങ്ങൾ ഓരോരുത്തരുടെ ഉള്ളിലേക്ക് ഈശോയെ നിറയ്ക്കണമേ. അങ്ങനെ ഈശോയിൽ നമുക്ക് കൂടുതൽ കരുത്തും ശക്തിയുമുള്ള വ്യക്തികളായിട്ട് തീരാനായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് ദൈവം നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലെയും മാമോദീസയിലൂടെ നമ്മൾ ഓരോരുത്തരിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൃപകൾ കൊണ്ട് നമ്മൾ നിറച്ചിട്ടുണ്ട്. ആ ഒരു കൃപയ്ക്ക് നമ്മളെങ്ങനെ പ്രതികരിച്ചു എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈശോയുമായുള്ള അടുപ്പം വളർന്നു വരുന്നത്. ദൈവം നൽകിയ ആ പേരനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാൽ ദൈവകൃപ നമ്മളിൽ നിന്ന് നഷ്ടമാകും. ഒരു ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവഹിതം പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ഹിതം നിലനിൽക്കുന്നവരെ പ്രവർത്തിക്കുന്നവരെ എന്നും നിലനിൽക്കുമെന്ന് വചനത്തിൽ കാണാനായി സാധിക്കും. ഓരോ നിമിഷവും ഈശോയെ നമുക്ക് ആലോചന ചോദിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പാപത്തെക്കുറിച്ച് അനുദപിക്കാനായിട്ട്. അങ്ങനെ എന്നും കർത്താവിൽ ഈശോയിൽ വിശ്വാസം ഉണ്ടാവാതിരിക്കാനും അങ്ങനെ പാപത്തെ വെറുത്ത് ഉപേക്ഷിച്ച് പാപ സാഹചര്യങ്ങളെ നമ്മൾ പൂർണ്ണമായി ഉപേക്ഷിച്ച് നമ്മൾ ഈശോയുടെ കൂടെ ആയിരിക്കാനുള്ള ദിവസങ്ങളാണ് ഈ നോമ്പ് കാലം. ഉൽപ്പത്തിയിലെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവരെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ആദവും ഹവ്വയും ദൈവത്തിൻ്റെ കൽപ്പന നിരസിച്ച് പാപം ചെയ്തു. അനുസരണക്കേട് എന്നത് നമ്മളെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസമില്ലായ്മയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയും എന്നിൽ പ്രവർത്തിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ ദൈവം പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കാൻ തയ്യാറായിത്തീരും. ദൈവത്തെ പ്രതിയും ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും സ്വീകരിക്കാനായിട്ട് അങ്ങനെയും എന്നും ഒരുക്കമുള്ളൊരു ഹൃദയത്തോടെ ആയിത്തീരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ വിശ്വാസം നമ്മൾ എത്രത്തോളം വളർത്തിക്കൊണ്ടുവന്നു എന്ന് നമുക്കൊന്ന് ആത്മശോധന നടത്താം. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന നീണ്ട സഹനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിട്ടുമാറാത്ത സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ എത്രമാത്രം വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവെന്ന് നമുക്ക് ഒന്ന് കണ്ണുപിടിച്ച് നോക്കാം.
ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സമൂഹത്തെയും ഈ എല്ലാം നേടാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ വഴിയും നമുക്ക് ദൈവം നഷ്ടപ്പെട്ട ആ വ്യക്തികൾക്ക് ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള വ്യക്തികളായി തീരാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ ഓരോരുത്തരെയും ദൈവം നമ്മളെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളെ ഓരോ ദൗത്യങ്ങളായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ആക്കി തീർത്തിരിക്കുന്നത്. അങ്ങനെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ്. ദൈവം പറഞ്ഞ വഴിയിലൂടെ യോന പോയിരുന്നെങ്കിൽ 3 രാവും 3 പകലും ഒന്നും തിമിംഗലത്തിന്റെ ഉള്ളിലൊന്നും വസിക്കേണ്ട ഒരവസ്ഥ യോനയ്ക്ക് വരില്ലായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും കുടുംബത്തിലെ കുടുംബനാഥ എന്നുള്ള നിലയിലെല്ലാം ആ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ദൈവ ശുശ്രൂഷയിലെ നമ്മുടെ കുടുംബത്തിലെ ആ ഒരു വിളിയിൽ വിശ്വസ്തനായിട്ട് നിലനിന്നാൽ മാത്രമേ വിശ്വാസത്തിലും കൃപയിലും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുനിമിഷം ഉയർത്തുകയുള്ളൂ. അങ്ങനെ നമ്മെ ഓരോരുത്തരെയും ദൈവം എന്തെങ്കിലും നമ്മളിൽ ഓരോ ദൗത്യങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നമ്മളെ ദൈവം പൂർണ്ണമായി ആദ്യം നമ്മളെ വിശ്വസിച്ചു എന്നാണ് ഇതിൻ്റെ അടിസ്ഥാനം. ദൈവം നമ്മളിൽ കണ്ട ആ ഒരു വിശ്വാസം നാം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നുണ്ടോ എന്ന് നമുക്ക് ഒന്ന് ആത്മശോധന ചെയ്യാം. നമ്മൾ ഓരോരുത്തരിലും വിശ്വാസം അനുനിമിഷം രൂപപ്പെടണമെങ്കിൽ നമ്മൾ പ്രതികൂലമായ ഒരു സാഹചര്യം വന്നു ചേരുമ്പോൾ മാത്രമാണ് നമ്മളുടെ വിശ്വാസം എങ്ങനെ രൂപപ്പെട്ടു വരികയുള്ളൂ. ജീവിതത്തിലെ സഹനങ്ങൾ ഓരോരുത്തർ വരുമ്പോഴും ഈശോയിലുള്ള ആ ഒരു വിശ്വാസത്തിൽ നിന്ന് പോകാനായിട്ട് ഓരോരുത്തരുടെ ജീവിതത്തിലെ അനുനിമിഷം ഓരോ സഹനങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അനുനിമിഷം ഉയർത്തപ്പെടുകയും നമ്മൾ ദൈവം നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലെ ധാരാളമായ കൃപകൾ ദൈവം തന്നു കഴിഞ്ഞു എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മുന്നിലായിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അനുതാപത്തിൻ്റെ ഒരു നോമ്പ് ദൈവം നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്ന് ആവശ്യപ്പെടുന്നു. രൂപാന്തരീകരണമാണ്, വിശുദ്ധീകരണമാണ് ദൈവം നമ്മളിൽ നിന്ന് ഓരോ ദിവസവും ആവശ്യപ്പെടുന്നത്. ദൈവം നമ്മൾ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കൊണ്ട് എഴുതപ്പെട്ട ഒരു ദൈവം നമ്മളിൽ ഓരോരുത്തരിൽ നിക്ഷേപിച്ചിരിക്കുന്നു. രണ്ട് ദിവസം 3-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. മഷി കൊണ്ടല്ല അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ കൽപ്പലകളിലല്ല, മനുഷ്യൻ്റെ ഹൃദയ ഫലങ്ങളിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ദൈവകൽപ്പനകൾ നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ എഴുതി അതനുസരിച്ച് ജീവിക്കാനായിട്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രീതികരമായി ജീവിക്കാനായിട്ട്
ദൈവം ഈ നോമ്പ് കാലത്ത് നമ്മെ ഓരോരുത്തരും പ്രത്യേകമായി ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ നമ്മൾ വാക്കുകൊണ്ട് മറ്റുള്ളവരെ പഴിക്കുകയും കുറ്റം പറഞ്ഞ് പിറുപിറുക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഒരിക്കലും നല്ലൊരു വ്യക്തിയുടെ സ്വഭാവമല്ല എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മെ ഉപദ്രവിക്കുന്നവരോട് അവരെ അനുഗ്രഹിക്കാനായിട്ട്, നമ്മൾ മറുതലിച്ച് വഴക്കുണ്ടാക്കാൻ വരുന്നവരടുത്ത് ഒന്ന് മിണ്ടാതെ ഇരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ രാത്രിയാമങ്ങളിൽ നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും നിന്നെ സഹായിക്കുകയും ചെയ്യും, എൻ്റെ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നമ്മൾ ഓരോരുത്തരും വലിയ വലിയ വ്യക്തികളുടെ മുന്നിൽ നിൽക്കേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് പറയണം എന്ന് കർത്താവ് പരിശുദ്ധാത്മാവ് വഴി ആ നിമിഷം നമ്മൾ ഓരോരുത്തരും സംസാരിക്കും. നമ്മുടെ കോപിക്കുന്ന സ്വഭാവങ്ങളൊക്കെ മാറ്റാനായിട്ട്, അസൂയയും സ്വാർത്ഥ മനോഭാവങ്ങള്, മറ്റുള്ളവരെ കുറ്റം പറയുന്ന സ്വഭാവങ്ങളൊക്കെ, എന്തൊക്കെയാണ് എൻ്റെ കുറവുകളെന്ന് നമുക്ക് ഈ ഒന്ന് ആത്മശോധന ചെയ്ത് അതിൽ നിന്നെല്ലാം മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഓരോ അനുനിമിഷവും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ കഷ്ടപ്പാട് സഹന കാലഘട്ടത്തിലെല്ലാം ദൈവമല്ലാതെ വേറെ ആരും നമ്മെ ആശ്രയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇല്ല എന്നുള്ള ബോധ്യം നമുക്ക് ദൈവം നമ്മൾ ആവശ്യപ്പെടുന്നത്, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് തിരുവചനത്തെ പറ്റിയിരിക്കുന്നത്. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങൾക്ക് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് ഒന്ന് പരിശ്രമിക്കാം. എനിക്ക് വലിയ കുഴപ്പങ്ങളോ ഒന്നുമില്ല, ഞാൻ ദേഷ്യപ്പെടുന്ന വ്യക്തിയൊന്നും അല്ല എന്ന് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് നമ്മളെപ്പോഴും അഹങ്കരിക്കും. നമ്മളെപ്പോഴും നമ്മെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. നമ്മെ തന്നെ നമുക്ക് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സമയമില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന നൽകുന്നു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് ഈശോ നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിൽ നിന്നെ പോലെ എന്നുള്ള ഒരു പദമാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. എന്നെ ആരും ഒരു കുറ്റവും ഒന്നും പറയാനായിട്ട് പാടില്ല എന്നുള്ള എന്നോട് ദേഷ്യപ്പെടാനൊന്നും, ഞാൻ പറയുന്നത് എല്ലാവരും കേട്ട് അതനുസരിച്ച് ജീവിക്കണം. എൻ്റെ ഇഷ്ടം എനിക്കെതിരായിട്ട് ആരോ ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ പാടില്ല എന്നുള്ള ഒരു, അങ്ങനെ വീട്ടിലും നാട്ടിലും നമുക്കെതിരെ ഒരു എതിർപ്പുകളും പരാതികളും ഇല്ലാതെ ഇരിക്കാനായിട്ട് നമ്മൾ സ്വാർത്ഥരായിട്ട് നമ്മൾ തീരുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ നമ്മളുള്ള ഏറ്റവും വലിയ ബലഹീനത എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി തന്നെയാണ്. ഞാൻ എന്ന ഒരു ഭാവമാണ്. ആ ബലഹീനത നമ്മളിൽ നിന്ന് എന്നേക്കുമായി നീക്കണം.
നമ്മളുടെ എന്തെങ്കിലും അഹങ്കാരമോ എന്തെങ്കിലും അത് നാശത്തിന്റെ മുന്നോടിയാണെന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് നമ്മെ തന്നെ ഒന്ന് താന്നു കൊടുക്കാനായിട്ട്, ഒന്ന് കുറയാനായിട്ട്, ഒന്ന് തോറ്റു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഗോതമ്പ് മണി നിലത്ത് വീണാഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. മറ്റുള്ളവർക്ക് ഒന്ന് നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തിൽ അവരെ ഒന്ന് പുറത്തു കൊടുക്കാനായിട്ട്, ഒന്ന് അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാനായിട്ട്, ഒന്ന് താഴ്ന്നു കൊടുക്കാനായിട്ട്, ഒന്ന് തോറ്റു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് കുടുംബത്തിലെ പല പ്രശ്നങ്ങളിലെയും പ്രധാനപ്പെട്ട കാരണം ഞാനെന്ന ആ ഒരു സ്വഭാവമാണ്. നമ്മൾ ഭക്തന്മാരായിട്ടാണ് നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത്. കരനീര് കൊണ്ട് ചെല്ലുകയും ജപമാല ചെല്ലാനും ബൈബിൾ വായിക്കാനൊക്കെ നമ്മൾ ഏറ്റവും മുൻപന്തിയിലാണ്. എന്നാൽ നാവ് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ദുരുപയോഗത്തെക്കുറിച്ച് നാവിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കുകയോ ആത്മശോധന ചെയ്യുകയോ ചെയ്തിട്ടില്ല. യാക്കോബിന്റെ ലേഖനത്തിലെ 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ പറയുന്നു, ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധനും നിഷ്കളങ്കമായ ഭക്തി ഇതാണ്. അനാഥയോടും വിധവയോടും അവരെ ഞെരുക്കങ്ങളിൽ അവരെ സഹായിക്കുകയും ലോകത്തിന്റെ കളങ്കമേശാതെ തന്നെ കാത്തു സൂക്ഷിക്കുന്നതുമാണ്. ശരീരത്തിന്റെ മുഴുവനും മെയിനായ വാതിലാണ് നാവ് കഴിഞ്ഞാനിട്ട് നിയന്ത്രിച്ച് വാക്കുകൾ അളന്നും തൂക്കി ഉപയോഗിക്കണമെന്നാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. ഏറ്റവും ചെറിയ അവയവമാണ് നാവ്. അത് വമ്പ് പറയുന്നു. നാവ് തീയാണ്, ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവ് കൊണ്ട് തന്നെ നമ്മൾ ശപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കടുത്ത അസൂയയിലും ഹൃദയത്തിലെ സ്വാർത്ഥമോഹങ്ങളിലും ആയെന്ന് നമ്മൾ ആത്മപ്രശംസ ചെയ്യുകയും സത്യത്തിന് വിരുദ്ധമായിട്ട് വ്യാജം പറയുകയും ചെയ്യുന്നത് നാവ് ഉപയോഗിച്ചാണ്. ഇത് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമായ എവിടെ അസൂയയോ സ്വാർത്ഥമോഹങ്ങളോ ഉണ്ടോ അവിടെ എല്ലാ ക്രമക്കേടുകളും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. എന്നാൽ ഉന്നതങ്ങളിൽ നിന്നുള്ള ജ്ഞാനം അത് ഒന്നാമത് ശുദ്ധവും സമാധാനപൂർവവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യത്തിന്റെ സത്ഫലങ്ങൾ നിറഞ്ഞതുമാണ്. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവത്തെ വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. കർത്താവിന്റെ സന്നിധിയിലെ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. അങ്ങനെ നമ്മൾ നിരന്തരമായ ഒരു പരിശ്രമം കൊണ്ട് നമുക്ക് നല്ല വാക്കുകൾ പറയാനായിട്ട്, പോസിറ്റീവായിട്ട് മറ്റുള്ളവരെ ഉയർത്തുന്ന രീതിയിലുള്ള നല്ല വാക്കുകളിലൂടെ നമുക്ക് വേണമെങ്കിൽ അതേ നാവ് കൊണ്ട് തന്നെ നെഗറ്റീവ് വാക്കുകളും ശാപവാക്കുകളും ഒക്കെ പറയാനായിട്ട് സാധിക്കും. പക്ഷേ അതൊന്നും ഒരു ദൈവഭക്തന് ചേർന്ന ഒരു പ്രവൃത്തിയല്ല. മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിട്ട്, അവരെ മുറിവുകൾ വെച്ചു കെട്ടാനായിട്ട്, സ്നേഹത്തോടെ സംസാരിക്കാനാകുമ്പോൾ ആ മുറിവുകൾ ഉണക്കാനായിട്ട് നമ്മുടെ നാവ് കൊണ്ടുള്ള വാക്കുകൾ ഉപകാരപ്രദമായി തീരട്ടെ എന്ന് നമുക്ക് ദൈവത്തോടൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം.
ചാട്ട കൊണ്ടടിച്ചാൽ തിമിർപ്പുണ്ടാവുമെന്നാൽ വാക്കുകൊണ്ടടിച്ചാൽ അസ്ഥികൾ തകരും. അസഭ്യമായ ഭാഷണങ്ങളെ ശീലിക്കരുത്. വാൾത്തല കൊണ്ട് അനേകരെ വീഴ്ത്തപ്പെട്ടിട്ടുണ്ട്, എന്നാൽ നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ്. വായിക്ക് പൂട്ടും താക്കോലും അളന്നു തൂക്കിയും വാക്കുകൾ ഉപയോഗിക്കാനായിട്ടാണ് വചനത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് ഒരാളെ തകർക്കാനും ഒരാളെ ഉയർപ്പിക്കാനും എല്ലാം ചെയ്യാനായിട്ട് ഈ നാവ് കൊണ്ട് സാധിക്കും. അങ്ങനെ നെഗറ്റീവായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പെരുമാറുകയും ചെയ്ത വ്യക്തികളെ നമ്മൾ എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും അവരുടെ ആ ഒരു മുറിവ് ഉണക്കാനായിട്ട് നമ്മൾ അങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും മറക്കുകയും ചെയ്യില്ല. അങ്ങനെ ദേഷ്യം, കോപം, ഭയം, നെഗറ്റീവ് വാക്കുകൾ എല്ലാം നമ്മൾ മാറ്റിയെടുത്തുകൊണ്ട് എല്ലാം പോസിറ്റീവായ രീതിയിൽ സംസാരിക്കാനായിട്ട് ഈശോയെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ നാവിനെയും അങ്ങയുടെ തിരക്തം കൊണ്ട് കഴുകി വിശദീകരിച്ച് ഞങ്ങളിലുള്ള വെറുപ്പും വിദ്വേഷവും എല്ലാം മാറ്റാനായിട്ട് ഈശോയെ അങ്ങ് കടന്നു വരണമേ. ഈശോയെ ഞങ്ങൾ ഓരോരുത്തർ ചിന്തകളെ പരിശോധിക്കണമേ. നമ്മൾ വെറുപ്പിലും വിദ്വേഷത്തിലുമായിരിക്കുമ്പോൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അതൊരിക്കലും ദൈവത്തിൽ നിന്നുള്ള തീരുമാനമായിരിക്കില്ല. ആ സമയത്ത് വെറുപ്പിലും വിദ്വേഷമായിരിക്കുന്ന സമയത്ത് നമ്മൾ നയിക്കുന്ന ശക്തി എന്തായാലും അത് പൈശാചിക ശക്തിയാണ്. നമ്മുടെ ഉള്ളിൽ വെറുപ്പിരിക്കുന്ന കാലത്തോളം നമ്മൾ ശാരീരികമായി നമ്മൾ മാനസികമായിട്ടും നമ്മൾ രോഗിയായി തീരുകയും ചെയ്യുന്ന, അങ്ങനെ ആത്മീയമായി നമ്മൾ തകർന്നു കൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യരായി തീരും. അങ്ങനെ നമ്മൾ നമ്മോട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത്, നമുക്ക് വേണ്ടി തന്നെയാണ്. നമ്മൾ മറ്റുള്ള വ്യക്തികൾ നമ്മോട് ചെയ്തതെല്ലാം ക്ഷമിക്കാനായിട്ട് നമുക്ക് ഈ നോമ്പ് കാലത്തിൽ പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ പരിശുദ്ധ ദൈവത്തിന്റെ പരിശുദ്ധ മാവ് നമ്മെ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾക്ക് നഷ്ടങ്ങള് ആ നഷ്ടം വരുത്തിയ ആ മുറിവ് തന്ന വ്യക്തികളുടെ ഉള്ളിലേക്ക് നോക്കാതെ ആ മുറിവെല്ലാം തന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ സുഖപ്പെടുത്താനായിട്ട് നമുക്ക് ആ മുറിവുകളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അങ്ങനെ നമ്മൾ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു തരാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്നുള്ള ബോധ്യത്തില് എല്ലാം നിപിതാവായ ദൈവത്തിന്റെ മുന്നിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്കുള്ള എല്ലാ മുറിവുകളും പ്രയാസങ്ങളും എല്ലാം പരിഹരിച്ചു തരാനായിട്ട് പിതാവായ ദൈവത്തിന് സാധിക്കുമെന്ന് നമുക്ക് എല്ലാ മനുഷ്യനെ കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം സാധിക്കാനായിട്ട് സാധിക്കുകയില്ല. യേശുവിനെ കുരിശിൽ നഷ്ടപ്പെട്ട ഇതെല്ലാം യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അതെല്ലാം ഈശോയ്ക്ക് തിരിച്ചു കിട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ യേശുവിന്റെ മരണം അത് ഉയർപ്പായി മാറി. അപമാനത്തിന്റെ കുരിശും രക്ഷയുടെയും ചിഹ്നമായി മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശരീരത്തിലുണ്ടായ മുറിവ് അനേകരെ സുഖപ്പെടുത്തുന്ന ഒരു ദിവ്യ ഔഷധമായിട്ട് അവന്റെ രക്തം പാപത്തെ കഴുകി കളയുന്ന രക്തമായി മാറിയതായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. അങ്ങനെ യേശുവിനെ കുരിശിലെ എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതെല്ലാം പിതാവായ ദൈവം 10 മടങ്ങായിട്ട് തിരിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ യേശുവിനെ മുറിവേൽപ്പിച്ച വ്യക്തികളെല്ലാം യേശുവിൻ്റെ ആ ഒരു മുറിവ് ഉണക്കി കൊടുത്തത് അതെല്ലാം ഈ പിതാവായ ദൈവമാണ്. ആ യേശുവിൻ്റെ എല്ലാ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്തത് പിതാവായ ദൈവമാണ്. അതേപോലെ തന്നെ ഈ ഭൂമിയിൽ നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ, ചിലപ്പോൾ നമ്മളെ കുറിച്ച് അപവാദം പറഞ്ഞവർ, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടത്, നമ്മുടെ കടബാധകൾ,
രോഗങ്ങൾ, തകർച്ചകൾ എന്തെല്ലാം നമുക്ക് ഈ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം തിരിച്ചു തരാനായിട്ട് പിതാവായ ദൈവത്തിന് സാധിക്കും. അങ്ങനെ നമ്മളെ ഇന്നവരെ വേദനിപ്പിക്കുകയും നമ്മളെ വേദനിപ്പിക്കുകയും ചെയ്തുള്ള എല്ലാ വ്യക്തികളെയും മനസ്സിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിക്കാനായിട്ട് ഈ നോമ്പ് കാലത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന ഈശോ നഷ്ടപ്പെട്ടത് മുഴുവൻ ദൈവത്തിൻ്റെ കയ്യിൽ കാണാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ പിതാവായ ദൈവം, പരിശുദ്ധാത്മാവ് നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരും. നമ്മുടെ നഷ്ടങ്ങളെല്ലാം ഈശോയുടെ കയ്യിൽ കാണുമ്പോൾ അതെല്ലാം നാളെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗത്തില് അങ്ങല്ലാതെ ഞാൻ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങല്ലാതെ ആരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നമ്മൾ വെറുപ്പും വിദ്വേഷവും ഉള്ള വ്യക്തികളെ ഓർത്തുകൊണ്ട് ഇരുന്നാൽ നമ്മൾ മാനസികമായും ആത്മീയമായും ശാരീരികമായും തളർന്ന് നശിക്കാനായിട്ട് ഇടവരും. എഫെസസ്കാർക്ക് ലേഖനം 4-ാം അധ്യായം 26-27 വാക്യങ്ങൾ: കോപിക്കാമെന്നാൽ പാപം ചെയ്യരുത്. വൈകുന്നേരത്തിന് മുമ്പ് കോപം പറഞ്ഞു തീർക്കണമെന്നാണ് അവിടെ ദൈവം. അല്ലെങ്കിൽ അത് വൈരാഗ്യമായിട്ട് തീരാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ വെറുപ്പിലും വിദ്വേഷത്തിലും വൈരാഗ്യത്തിലുമായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പിശാചിന്റെ സാന്നിധ്യം ഉള്ളിൽ പ്രവേശിക്കും. അങ്ങനെ ആ ഒരു വെറുപ്പ് ദീർഘകാലം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് സാത്താൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുകയും അങ്ങനെ യേശുവും ഈ ഭൂമിയിലേക്ക് വന്ന് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി നൽകാനും വേണ്ടിയിട്ടാണെന്ന് വചനത്തിൽ കാണാൻ സാധിക്കും. സാത്താൻ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും പ്രവേശിക്കുന്നത് കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടിയാണ് വരുന്നത്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ആരോഗ്യങ്ങളും വെറുപ്പും വിദ്വേഷമോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി ഉപേക്ഷിക്കാനായിട്ട് ഒരു തീരുമാനമെടുക്കാം. നമ്മെ രക്ഷിക്കാനായിട്ട് ഈ ലോകത്തിലെ വ്യക്തികൾക്ക്, മനുഷ്യർക്കൊക്കെ ഒരു പരിധിയുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല രോഗങ്ങളായിട്ട് കടന്നു വന്നുകൊണ്ട് വൈദ്യശാസ്ത്രത്തിനും ഇനി നമ്മെ രക്ഷിക്കാനായിട്ട് വരുന്നില്ല. അങ്ങനെയുള്ള പല രോഗങ്ങളുടെ മുന്നിൽ കടം വീട്ടാനായിട്ട് നമ്മുടെ മുന്നിൽ വേറെ സാധ്യതകളൊന്നുമില്ലാത്ത പല രോഗത്തിൻ്റെ രൂപത്തിലും കടബാധ്യ രൂപത്തിലൊക്കെ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ, അത് നമ്മൾ നിലവിളിക്കുമ്പോൾ ആരും കേൾക്കാനില്ലാത്തൊരു അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ, നമ്മളെവിടെയായിരുന്നാലും ഏത് പ്രശ്നത്തിലായിരുന്നാലും ദൈവം നമ്മെ ഓരോരുത്തരെയും കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിൽ യേശുവും ഓരോ വ്യക്തിയെയും വ്യക്തിപരമായിട്ടാണ് കാണുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നത്. നമ്മുടെ ദൃഷ്ടിയും അങ്ങനെ രോഗങ്ങളിലേക്കോ അങ്ങനെ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ യേശുവിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് അതെല്ലാം ഈശോയിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ദുഃഖവും നിരാശയും ആകുലതയും എല്ലാം എടുത്തു മാറ്റാനായിട്ട് നമ്മോട് തന്നെ നമുക്ക് പലപ്പോഴും വെറുപ്പ് തോന്നാനായിട്ട് ഇടവന്നിട്ടുള്ള സാഹചര്യങ്ങൾ, തന്നെ ശപിച്ചുകൊണ്ടിരിക്കാനായിട്ട്, അങ്ങനെ മറ്റുള്ളവരെയും വെറുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ചിന്താഗതികളെല്ലാം ദൈവത്തിൻ്റെ മുന്നിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ നമ്മൾ ദുഃഖത്തിൻ്റെയും ഭയത്തിൻ്റെയും ആകുലതയിലും ഇരിക്കാതെ യേശുവിലുള്ള പ്രത്യാശയിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായി ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും സമാധാനം നൽകുന്നത് യേശു എന്ന വ്യക്തിയാണ്. ഈശോയിൽ ആയിരിക്കുന്ന വ്യക്തിക്ക് എപ്പോഴും ഏത് സാഹചര്യത്തിലും സമാധാനത്തിലായിരിക്കാനായിട്ട് സാധിക്കും.
എൻ്റെ ഉള്ളിൽ സമാധാനമുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. യെശയ്യായുടെ പുസ്തകം 26-ാം അധ്യായം 3-ാം വാക്യത്തിൽ, അങ്ങിൽ ഹൃദയം അർപ്പിച്ചിരിക്കുന്നവർക്ക് അങ്ങേ സമാധാനത്തിൻ്റെ സംരക്ഷണം അവിടുന്ന് നൽകുന്നു. യേശുവിൽ പൂർണ്ണമായി വസിക്കാനും അങ്ങനെ ആത്മാവിൻ്റെ ഫലം കൊണ്ട് നിറയാനായിട്ട് നമുക്ക് ഈ നോമ്പ് കാലം ഫലദായകമാക്കി തീർക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള സന്തോഷവും സമാധാനവും മോഷ്ടിക്കാനാണ് പൈശാചിക ശക്തികൾ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈശോയോടുള്ള ആ ബന്ധത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സമാധാനം വന്ന് നിറയും. വെളിയിൽ നിന്നും ഒരു വ്യക്തിക്കും നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലേക്ക് സമാധാനം നൽകാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഈശോയ്ക്ക് മാത്രമേ, ഈശോയിലായിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഈ ലോകത്തിലെ സമാധാനത്തിലെ സന്തോഷത്തിലെ ആയിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കൊലോസ്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങൾ ഓരോരുത്തരുടെ ഹൃദയങ്ങളെയും ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. റോമർ 8-ാം അധ്യായത്തിൽ കാണാൻ സ്വർഗീയമായി ജീവിക്കുന്നവരും വലിയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ആത്മീയമായി ജീവിക്കുന്നവരാവട്ടെ ആത്മീയമായ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജീവിതത്തിൽ ജീവിക്കുന്നവർക്ക് മരണത്തിലേക്കും ആത്മീയമായി ജീവിക്കുന്ന വലിയ കാര്യങ്ങളിലേക്ക് നയിക്കുന്നവര് മരണത്തിലേക്കും ജഡത്തിന്റെ പ്രേരണകൾ ഒരിക്കലും നമ്മൾ തൃപ്തിപ്പെടുത്തരുത്. ഗലാത്യർക്കെതിരെ ലേഖനത്തിൽ കാണാൻ ജഡത്തിന്റെ വ്യാപാരങ്ങള് എല്ലാവർക്കും അറിയാമല്ലോ. വ്യഭിചാരം, അശുദ്ധിയും, ദുർവൃത്തിയും, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മദ്യോത്സവം, ഈ ദൃശ്യമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ദൈവരാജ്യം എന്ന? റോമ 14-ാം അധ്യായത്തിൽ ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ എല്ലാം പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. മനുഷ്യനെപ്പോഴും ബലഹീനായ വ്യക്തിയാണ്. ജീവിതത്തിലെ ഏത് നിമിഷത്തിലും വീണു പോകാൻ സാധ്യതയുള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഇല്ലായ്മ മനസ്സിലാക്കാനും അങ്ങനെ അഹങ്കാരം വെടിഞ്ഞുകൊണ്ട് അങ്ങനെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അഹങ്കാരം, വീഴ്ചകള് എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് എപ്പോഴും നമ്മുടെ എളിമയിലേക്ക് നയിക്കാനായിട്ട് ദൈവം നൽകുന്ന ദൈവത്തിന്റെ ഓരോ പദ്ധതിയാണ്. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് ജീവിതത്തിലെ നമ്മൾ ഓരോ തെറ്റുകളെ നോക്കിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാല് നമ്മെ തന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈശോയുടെ ആ എളിമയിലേക്ക് തിരിച്ചു വരാനായിട്ട് പരിശ്രമിക്കാം. നമ്മളെപ്പോഴും ബലഹീനനും നമ്മൾ എപ്പോഴും ഏത് നിമിഷവും വീണു പോകാൻ സാധ്യതയുള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരെന്ന് നമുക്ക്. അതുകൊണ്ട് കർത്താവിൻ്റെ കരുത്ത് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ നമ്മൾ പാപ സാഹചര്യങ്ങളിലെല്ലാം വീണു പോകാനായിട്ട് ഇടയായിത്തീരുമെന്ന് നമുക്ക് അങ്ങനെ നമ്മളുള്ള ഒരു ആശ്രയം വിറ്റുകൊണ്ട് യേശുവിലെ പൂർണ്ണമായി ആശ്രയിക്കാനും യേശുവിലെ വിശ്വസിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് യേശു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ ഇതിൽ മോശമായ രീതിയിൽ
അധപതിക്കാൻ സാധ്യതയുള്ള വ്യക്തികളാണെന്നുള്ള ബോധ്യത്തില് എളിമയിലേക്ക് വളരാനായിട്ട് നമുക്ക് തയ്യാറാവണം. നമ്മുടെ വിപരീതമായ ജീവിതത്തിലെ പല തകർച്ചകളും നമ്മൾ അംഗീകരിക്കാനായിട്ട്, നമ്മൾ പല പാപ സാഹചര്യങ്ങൾ നമ്മൾ വീണ്ടും 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 പോകുമ്പോൾ അതെല്ലാം നമ്മെ അഹങ്കാരത്തിൻ്റെ തലത്തിൽ എളിമയിലേക്ക് ആനയിക്കാനായിട്ട് ഉള്ള ഓരോ പടവുകളായിട്ട് നമ്മൾ അതിനെ കാണാനായിട്ട്, സ്വന്തം ശക്തിയിൽ നിന്ന് പിടിവിട്ടുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയിൽ, ദൈവത്തിൻ്റെ പൂർണ്ണമായി ആശ്രയിക്കാനായിട്ട് ഈ പ്രവൃത്തികളുടെ സാഹചര്യങ്ങളെല്ലാം നമ്മെ ഇടയാക്കി തീർക്കുന്നു. അങ്ങനെ നമ്മൾ എന്തിലാണ് നമ്മൾ അഹങ്കരിക്കുന്നെങ്കിൽ അതിൽ നമുക്ക് പലപ്പോഴും ആരോഗ്യത്തിൽ അഹങ്കരിക്കുന്ന വ്യക്തികൾക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ അഹങ്കാരം വെടിഞ്ഞ് എളിമയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. യേശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യത്തില് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും, ഓടിയാൽ അവർ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ജെറമ്യ 17:7-8 കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെയാണ്. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെ ആണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നി ഇരിക്കുന്നു, അത് വേനൽക്കാലത്തെ ഭയപ്പെടുകയില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്, വളർച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കുന്നു. സങ്കീർത്തനം 27:1 കാണാൻ സാധിക്കും, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം, കർത്താവിൻ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കും. സങ്കീർത്തനം 118:8-9 മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. മഹത്വത്തിനും സ്തുതിക്കും സ്വാസ്ത്രത്തിനും ദൈവത്തിനും സ്വീകാര്യമായി തീരാനായിട്ട് നമുക്ക് അങ്ങനെ നമ്മളിലുള്ള ആശ്രയങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിലെ ആശ്രയിക്കുന്ന വ്യക്തികളായി തീരാനായിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തില് ഈശോയുമായിട്ട് ഒരു വേർതിരിവുള്ള ജീവിതമായി ക്രിസ്തുവിന് വേണ്ടിയും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ ജീവിതവും ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ഈശോ ദൈവപുത്രനാണ്, പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്ക് യേശു ദൈവപുത്രനാണ് നമുക്ക് വെളിപ്പെടുത്തിയിരുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ ഓരോരുത്തരും എളിമയിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ദൈവികമായ ജ്ഞാനം കൊണ്ട് നിറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അഹങ്കാരികളെ ദൈവം ചിത്രിക്കുകയും എളിമയുള്ളവർക്ക് അവിടെ നിന്ന് വിനീതനെ ഉയർത്തുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ വചനത്തിൽ കാണാൻ സാധിക്കുക. ദൈവത്തിന് ശക്തമായ കരുത്തിൻ്റെ ആഴം താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടെ നിന്നെ ഉയർത്തും. ഏതെല്ലാം മേഖലയിൽ നമുക്ക് അഹങ്കാരമുണ്ടോ ആ മേഖലയിലെല്ലാം ദൈവത്തെ അനുഭവിക്കാനായിട്ട് നമുക്ക് അഹങ്കാരമുള്ളപ്പോൾ സാധിക്കുകയില്ല. അങ്ങനെ നമ്മുടെ അഹങ്കാരത്തെ ഉടയ്ക്കാനായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലൂടെയും നമ്മെ പരിശ്രമിച്ച് നമ്മളെ വെട്ടിയൊരുക്കും. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സമ്പത്താകാം, ജോലിയാകാം, ആരോഗ്യമാകാം, സൗന്ദര്യമാകാം, എന്തും ആണ് നമ്മൾ ഏതിലാണ് അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അവിടെ തകരാനായിട്ട് തകർച്ച ഉണ്ടാവാനായിട്ട് സാധ്യത ഉള്ളതാണ്. എവിടെ അഹങ്കാരമുണ്ട് അവിടെ ക്രിസ്തുവിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല. ദൈവം നമ്മെ എളിമപ്പെടുത്തിയും നമ്മളെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ പല സാഹചര്യങ്ങളും നമ്മൾ ദൈവം നമ്മെ കൊണ്ടുവന്ന് നിർത്തുകയും ആ ബുദ്ധിമുട്ട് കൊണ്ട് അങ്ങനെ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ പല അവസരങ്ങളിലും കൊണ്ട് നിർത്തുന്ന അനുഭവങ്ങളുണ്ടാകും.
ആയും നമ്മുടെ അഹങ്കാരവും ഒക്കെ അഹങ്കാരം കുറച്ചുകൊണ്ട് എളിമയിലെ ദൈവത്തിലേക്ക് നമുക്ക് സ്വന്തമായ ഒരു മേന്മയിലെന്നും എല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങളാന്നുള്ള ബോധ്യത്തിൽ ദൈവത്തെ ആ നിമിഷങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ദൈവം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഇടപെടുമെന്നുള്ള ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന വാതായനങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെയും കഷ്ടപ്പാടുകളെയും കാണാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ ഓരോരുത്തരും ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കാണ്. ജീവിതത്തിൽ ഈശോയെ നമ്മൾ നാഥൻ്റെ രക്ഷകനുമായി സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിൽ നിരാശയിൽ നിന്ന് നീങ്ങിപ്പോകാനായിട്ട്, എളിമയിൽ വളരാനായിട്ട്, ഇല്ലായ്മയിൽ നിന്ന് ഉള്ള വ്യക്തികളാണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് ഒന്നും നമ്മൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് എന്തെല്ലാം ഉണ്ടോ അത് ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ കുറിച്ച് തന്നെ പറയുന്ന, ഞാൻ ഈ പാപത്തിലൊന്നും വീഴുന്ന വ്യക്തിയായിരുന്നില്ല. നമ്മെ പല പാപ സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ വീഴാതെ നിർത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപയാന്നുള്ള ബോധത്തില് എല്ലാ മനുഷ്യരും പാപികളാണെന്നും പലപ്പോഴും നമ്മൾ പലരും വീണു പോകാൻ സാധ്യതയുള്ള വ്യക്തികളാണ് എന്നും നമ്മൾ ബോധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തില് ദൈവത്തിന് മുന്നില് മാനസാന്തരമുള്ള വ്യക്തികളായി തീരാനായിട്ട്, അങ്ങനെ നമ്മളെ ഒന്നുമില്ലായ്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പരിപാലനയില് പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവം നമ്മയും താങ്ങി നിർത്തിക്കൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് ദൈവത്തിന്റെ കൃപ കൊണ്ട് ആണ് നമ്മൾ ഇന്ന് വരെ എത്തിയ എന്നുള്ള ബോധ്യത്തില് പാപത്തിന്റെ കാരണം കണ്ടുപിടിച്ചുകൊണ്ട് എന്താണ് സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. നമ്മൾ ഓരോരുത്തരെ പാപങ്ങളെയും പാപ സാഹചര്യങ്ങളെയും എല്ലാം ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എളിമയോടെ കൃപയോടെ വളരാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും കൃപ തരുന്നമേന്ന് അഹങ്കാരത്തിന്റെ ചിന്തകള് പൈശാചിക ചിന്തകളാണെന്നുള്ള ബോധ്യത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് അതെല്ലാം നീങ്ങിപ്പോകാനായിട്ട് യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയില് അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ ഒരിക്കലും കാണാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ അടുത്തതായിട്ട് നമ്മളുള്ള ഒരു സ്വഭാവം വന്ന് കുറ്റം വിധിക്കുന്ന സ്വഭാവം. മറ്റുള്ള എല്ലാവരെയും അവരുടെ കുറവുകൾ ഉള്ള വ്യക്തിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന വ്യക്തികളിലുമുള്ള കുറവുകളെ നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ആ ഒരു കുറവ് നമ്മെ ദൈവത്തിലേക്ക് വളർത്താനായിട്ടുള്ള ദൈവത്തിന്റെ വഴികളാണെന്നുള്ള ബോധ്യത്തില് ഓരോ കുറവും നമ്മെ വളരാൻ വേണ്ടിയിട്ട് ദൈവം തന്നതാന്നുള്ള ബോധ്യത്തില് ആ ഓരോ വ്യക്തികളും നമ്മളെ അവരുടെ കുറവുകൾ എനിക്കെതിരായിട്ടല്ല ഞാൻ പറയുന്നത് ആണ്, അവര് നമുക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അവര് എൻ്റെ വളർച്ചയ്ക്ക് ദോഷമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധ്യം. ഓരോ വ്യക്തികളുടെയും കുറവുകള് അത് നമുക്കെതിരായിട്ടല്ല, നമ്മളെ അങ്ങനെ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന ആ സ്വഭാവം, നമ്മളുള്ള ആ പല കുറവുകളും അത് അംഗീകരിക്കാനും ഈശോയുടെ മുമ്പില് അതെല്ലാം ഈശോയ്ക്ക് മാത്രമേ നമ്മുടെ കുറവുകളെ നികത്താൻ സാധിക്കുകയുള്ളൂ ബോധ്യത്തില് അങ്ങനെ നമ്മുടെ പരിമിതികളെ മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിലെ അതെല്ലാം ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആ കുറവുകളെല്ലാം നികത്താനായിട്ട് ഈശോയ്ക്ക് സാധിക്കുമെന്നുള്ള ബോധ്യത്തില് ഇന്നിൽ ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തരും പരിശ്രമിക്കാം.
നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് നാളെ കുറിച്ച് ചിന്തിച്ചു നിൽക്കുന്നത് ആകുലതയും നിറഞ്ഞ വ്യക്തികളായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഈശോയിലായിരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ആകുലതയും ഉത്കണ്ഠയും ഒന്നും ഇല്ലാത്ത, അതെല്ലാം നമ്മെ നശിപ്പിച്ചു കളയുന്ന ചിന്താഗതികളാണ്. അങ്ങനെ നമ്മൾ നാളെയെ കുറിച്ച് ഉത്കണ്ഠയും ആകുലതയും ഉള്ള വ്യക്തികളായിത്തീർന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഒരിക്കലും സ്വീകരിക്കുന്ന വ്യക്തികളായിത്തീരാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെ നമ്മളുള്ള ഭയവും ഉത്കണ്ഠയും ഉണ്ടെങ്കിൽ മാനവരക്ഷയും രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈശ്വരന്റെ കുരിശിലും രക്ഷാകര ദൗത്യത്തിലൂടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈശോ സർവ്വരോഹണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് 3 അധികാരം, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും ഈശോയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈശോയെയും കർത്താവും നാഥവുമായിട്ട് പിതാവായ ദൈവം ഉയർത്തിയിരിക്കുന്നു. എല്ലാ നാമത്തേക്കാളും വലിയ നാമം ഈശോയ്ക്ക് നൽകുകയും ചെയ്തു. ഇപ്പോൾ എല്ലാം ഈശോയുടെ കീഴിലാണുള്ളത്. ഈശോയുടെ മുകളിൽ ഈ ലോകത്തിലോ വരാൻ പോകുന്ന സ്വർഗത്തിലോ ഒന്നും തന്നെയില്ല എന്നുള്ള ബോധ്യത്തില് ഈശോയെ നമ്മുടെ കർത്താവും നാഥനുമായി സ്വീകരിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ കഴിവില് ആശ്രയിക്കാതെ ഈശോയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഭയം ഉള്ള ചിന്താഗതികള് എല്ലാം പൂർണ്ണമായി ഉപേക്ഷിക്കാനായിട്ട് രോഗം മാറുകയും മാറാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ നമ്മൾ ഭയത്തിൽ നിന്നും പൂർണ്ണമായ മോചനം പ്രാപിക്കാനായിട്ട് ഭയമുള്ള വ്യക്തികൾ ഒരിക്കലും ദൈവരാജ്യത്തില് പ്രവേശിക്കുകയില്ലെന്ന് വചനത്തിലൂടെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളിലേക്കും സാത്താൻ കുത്തിവെക്കുന്ന ഒരു രീതിയാണ് ഭയത്തിന്റെ ചിന്താഗതികൾ. നമ്മളെ മേലെ ഭയത്തിൽ കീഴിലിരുന്നു കഴിഞ്ഞാൽ നമ്മളിലേക്ക് രക്ഷയിലേക്കും യേശുവിലേക്കും കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമ്മുടെ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ കീഴിലാന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ നിരാശയുണ്ടെങ്കിൽ ആ നിരാശ എന്ന അതിന് കീഴിലാണ് നമ്മൾ വരിക. നിങ്ങളുടെ ഹൃദയങ്ങളെ അസൂയയും ഭയവും ആകുലതയും നിരാശയും ഭയവും കുറ്റബോധവും കൊണ്ടൊക്കെ നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ നമ്മളിൽ യേശുവിൻ്റെ കൃപകൾ നമ്മളിലേക്ക് വരികയില്ല. എല്ലാം മാറ്റി തരാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുന്ന ബോധ്യത്തിലും എല്ലാം പൂർണ്ണമായി ഈശോയിലേക്ക് സമർപ്പിക്കാം. 1 കൊരിന്ത്യർ 14 സ്നേഹമായിരിക്കണം നിങ്ങൾ ഓരോരുത്തരുടെയും ലക്ഷ്യം. നമ്മൾ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ദൈവമാക്കിയിരിക്കുന്നത് സ്നേഹത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ്. സ്നേഹത്തിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിലെ പരാജയങ്ങൾ ഉണ്ടാവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തോടും മനുഷ്യരോടും സ്നേഹത്തിൽ വളരാനായിട്ട് നമുക്ക് നമ്മോട് തന്നെ ഉള്ള ആ ഒരു സ്നേഹത്തിൽ വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാനായിട്ട് ഈ നോമ്പ് കാലം ഉപയോഗിക്കാം. നമ്മൾ ഓരോരുത്തരും മറ്റുള്ള വ്യക്തികളെ സ്നേഹിക്കുന്നത് നമ്മുടെ സ്വാർത്ഥ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഇഷ്ടവും എൻ്റെ അഭിപ്രായങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും സുഹൃത്തുക്കളെയൊക്കെ തരുന്നത്. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ സുഹൃത്തുക്കളൊക്കെ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനും അവരെല്ലാവരും ഞാൻ വിചാരിച്ച പോലെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരെ എല്ലാവരെയും നമ്മുടെ സ്നേഹത്തിൻ്റെ പരിധിയിലാക്കി തീർക്കും. അങ്ങനെ മറ്റുള്ളവരെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും അവരെ എന്തെങ്കിലും കാലത്ത് നമ്മൾ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ നമ്മളെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ അവരെ ആ സ്നേഹത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും.
മത്തായി 5:44 45-40 വാക്യത്തിലൊക്കെ കാണാൻ സാധിക്കും. നിന്നെ സ്നേഹിക്കുന്നവരെ മാത്രമേ സ്നേഹിക്കുന്നെങ്കിൽ എന്ത് വിശേഷ വിലമയാണുള്ളത്. വിജാതിരും തങ്ങളെ സ്നേഹിക്കുന്നവരെ അവർ തിരിച്ചു സ്നേഹിക്കുന്നു. ശത്രുക്കളെ സ്നേഹിക്കുവാൻ, അങ്ങനെ സ്നേഹത്തിൽ വളരാനായിട്ടാണ് ഈശോ പറയുന്നത്. നമുക്ക് നമ്മുടെ ശത്രുക്കളെ നമ്മുടെ ജീവിതത്തിൽ ഉള്ള പല മേഖലകളിലും നമുക്ക് പല രീതിയിലുള്ള ശത്രുക്കളെ ദൈവം നമ്മൾ മുന്നിൽ ജീവിത സാഹചര്യത്തിൽ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തും. അപ്പോൾ അവരിതൊക്കെയുള്ള നമ്മുടെ ഒരു സമീപനം എന്താണെന്ന്, അവരെയൊക്കെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് നോക്കിയിട്ടാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു അളവിൽ നമ്മൾ ഉയർന്നുവോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സ്നേഹത്തിൽ വളർന്നു എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് നമുക്കൊന്ന് ശത്രുക്കളെ സ്നേഹിക്കണം. ആരും ഇല്ലാത്തവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും തിരിച്ചു കിട്ടിയില്ല എന്നുള്ള അറിഞ്ഞിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്നൊക്കെ നമ്മളൊന്ന് ആത്മശോധന ചെയ്യുന്നതാണ്. പിന്നെ ഈശോ തന്നെ സ്നേഹത്തിൻ്റെ ആ ചോദ്യപേപ്പർ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അന്തിമ വിധിയിൽ ഞാൻ നഗ്നനായ നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ഞാൻ അതൊക്കെ ആ ഒരു ഇതിലെല്ലാം ആ സ്നേഹത്തിൻ്റെ ആ ഒരു പ്രകടനങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ സ്നേഹത്തിലൊക്കെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ആ വിജയിച്ച വ്യക്തികൾക്ക് പ്രമോഷനും ആ വ്യക്തികൾക്ക് സമ്മാനവും നൽകാനായിട്ട് ദൈവം ഇടവരുത്തും. നമുക്ക് ഈശോയുടെ മുന്നിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മനുഷ്യരുടെ മുന്നിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളായി തീർന്നത്. ദൈവം നമ്മുടെ കൂടെയില്ലെങ്കിൽ നമ്മൾ വെറും മണ്ണായ സാധാരണ വ്യക്തികളാണ്. നമുക്ക് ഈ നോമ്പ് കാലത്തിൽ നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. വ്യക്തിപരമായും ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്കൊന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു നോക്കാം. വ്യക്തിപരമായ പ്രാർത്ഥന നമ്മളെ മക്കൾക്ക് നല്ല മാതൃക നൽകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. കുടുംബ പ്രാർത്ഥന നമ്മളെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. കർത്താവ് ഒന്നും അല്ലാതെ ഒന്നും നമുക്ക് ഇല്ല എന്നുള്ള ബോധത്തിൽ